ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ റിസൾട്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ടിൽ വരുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ സത്യസന്ധമായിട്ടുള്ള ധാരണയാണല്ലോ പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കൗണ്ടിംഗ് ആണ് നാളെ രാവിലെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നല്ലൊരു മുന്നേറ്റമാണ് കാണുന്നത്. കാരണം ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും വിശ്വാസമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റവും നന്നായി ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സ്ഥാപനങ്ങളാണ്. അത് കൃത്യമായി ആ വികസന കാര്യങ്ങളും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന കാര്യങ്ങളും കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഗുണമുണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്രയും നന്നായി പ്രവർത്തിച്ച അനുഭവം അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഏറ്റവും സാധാരണക്കാരുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളായാലും ചികിത്സയായാലും വിദ്യാഭ്യാസമായാലും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഏറ്റവും പുതിയ തരത്തിലുള്ള ആധുനികമായ വ്യവസായങ്ങൾ, തൊഴിലവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പരമ്പരാഗത മേഖലയിലും ആധുനിക മേഖലയിലെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ. സമാധാനത്തോടെ ജീവിക്കാൻ ഇത്രയും നന്നായി കഴിയുന്ന ഒരു സ്ഥലം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ നമ്മൾ ഹഡിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞ പരിപാടിയുടെ അവിടുന്നാണല്ലോ സംസാരിക്കുന്നത്. ജർമ്മൻ അംബാസഡർ എന്നിവിടെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ട് കാണും. കേരളത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് കേരളം, ഇവിടെ വർക്ക് ചെയ്യാൻ നല്ലതാണ്, ജീവിക്കാൻ നല്ലതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു പൊതുവിൽ ഈ കേരളത്തെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞതാണ്. അങ്ങനെ കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിൽക്കുന്നതിൽ വലിയ പങ്ക് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്, രാഷ്ട്രീയത്തിനുണ്ട്. അതിൻ്റെ ഗുണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരാൾ ഒരു കുറ്റവാളി ദീർഘകാലം ഒളിവിലിരിക്കുന്നു, പോലീസിന് പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പം പോലീസിനെ നിങ്ങൾക്ക് പോലീസ് പിടിച്ചില്ലല്ലോ എന്ന് പറയുന്നതിനൊപ്പം ഇത്രയും വളരെ ക്രിമിനലായ വളരെ വലിയൊരു പദ്ധതി തയ്യാറാക്കിയിട്ടാണോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കാര്യങ്ങൾ കാണുന്നത് എന്നോട് ചോദിക്കണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. 10-30 വർഷം ഒളിവിൽ പോയിട്ട് തിരിച്ചു കിട്ടാത്ത ഒരു പ്രതി അയാളൊരു മിടുക്കനാണെന്നാണോ പറയണ്ടേ? അയാളെ സപ്പോർട്ട് ചെയ്തൊരു മിടുക്കനാണെന്നാണോ പറയണ്ടേ? സിസ്റ്റവും നിയമവും അടക്കമുള്ള കാര്യങ്ങൾ അവർ നോക്കട്ടെ. പക്ഷേ അങ്ങനെ കുറച്ചു കാലം ആരുടെയും മുന്നിൽ കിട്ടാതെ ഒളിവിലായിരുന്നു എന്ന് പറയുന്നതല്ല. അതൊക്കെ സാമാന്യ മര്യാദ കോൺഗ്രസ് പാർട്ടി കാണിക്കേണ്ടതാണ്, അതിൻ്റെ അവരുടെ പ്രവർത്തകരായിരുന്ന ആൾ കാണിക്കേണ്ടതാണ്. ഇപ്പം നടപടിയിലാണെങ്കിലും അതുകൊണ്ട് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളെല്ലാം കോടതികളൊക്കെ നോക്കുന്നതാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇത് വല്ലാത്തൊരു ആശങ്കയും അനിശ്ചിതത്വവും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വല്ലാത്തൊരു വികാരം ഉണ്ടാക്കുന്ന 2-3 സംഭവങ്ങൾ ഈ സമയത്ത് വന്നു. ഈ ഒന്നൊരു വിധി, നമ്മുടെ അതിജീവിത 2 കേസിലും അതിജീവിതയുടെ പ്രശ്നമാണല്ലോ. അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വന്നേക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഇത് ന്യായമായിട്ടാണോ ഇത്തരം കാര്യങ്ങൾക്ക് നീതി കിട്ടുമോ തുടങ്ങിയ ആശങ്കയുണ്ട്. അത് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ വല്ലാത്ത വിഷമമായി നിൽക്കുകയാണ്. അത് സംബന്ധിച്ച് കോടതിയും നിയമവും നടപടികളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇത്രയും ദിവസം ഒരാൾ ആരും കാണാതെ ഒളിവിൽ താമസിച്ചു എന്നുള്ളതല്ല പ്രധാനം, അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന് ഒരവസ്ഥ ഉണ്ടാവുന്നു. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ആണല്ലോ ഇത്. ആരായാലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഞാൻ അവരുടെ ഒപ്പം പോകേണ്ടതാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് പിന്നെ പടക്കവും വെടിക്കെട്ടും ഇല്ലയെന്നൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്രത്തിൽ നിന്ന്. ഈ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു സമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ്. ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്.